വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അന്നേരം വിഷ്ണുവിനോട് വിളിക്കാനായിട്ട് രാഘവൻ നായർ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ ഏതാണ്ട് അടുത്തെത്താറായി എന്നാണ് പറഞ്ഞതെന്ന്. അന്നേരം അതിപ്പോൾ കുറേ നേരമായല്ലോ, എന്തായാലും ഒന്ന് വിളിക്ക് എന്ന് പറയുമ്പോൾ ഭാമയാണെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഫോണും കൊണ്ട് എഴുന്നേൽക്കുമ്പോൾ അകത്ത് നിന്ന് വന്നിരിക്കുന്നവർ ഒരാൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഭാമയെ ചടങ്ങ് തുടങ്ങാറായോ, ഞങ്ങൾക്ക് പോയിട്ട് വേറെ എന്നിങ്ങനെ പറയുമ്പോൾ താമസമൊന്നുമില്ല, ഇപ്പോൾ തുടങ്ങും, അവരിപ്പോൾ എത്തുമെന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, കണ്ടില്ലേ അവർക്കൊക്കെ ഇത് മാത്രമല്ല, വേറെയും കാര്യങ്ങളൊക്കെ കാണും, നമുക്ക് ചടങ്ങ് അങ്ങോട്ട് തുടങ്ങി വയ്ക്കാം, അവൾ വന്നതിൽ ചേർന്നാൽ പോരെ, ശാലിനി ഇവിടുത്തെ കുട്ടിയല്ലേ, പിന്നെ എന്തിനാ ഈ ഇതൊക്കെ ഇങ്ങനെ പുതിയ ചടങ്ങുകളൊക്കെ എന്നിങ്ങനെ പറയുമ്പോഴും സത്യഭാമയ്ക്ക് അങ്ങോട്ട് വിഷമാവുകയാണ് ശാലിനി വരാതെ തുടങ്ങുന്നതിൽ. തുടർന്ന് ഏതായാലും ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് സത്യഭാമ അങ്ങോട്ട് വിളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ശാലിനിയുടെ വണ്ടി ആണെങ്കിൽ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് വരുന്നുണ്ട്. തുടർന്ന് വണ്ടിയിൽ നിന്നും ആദ്യം ശാലിനി ഇറങ്ങുന്നുണ്ട്, പിന്നെ ശാരദാമ്മ ഇറങ്ങുകയാണ്, തുടർന്ന് സത്യയും ഇറങ്ങുന്നുണ്ട്. അന്നേരം എല്ലാവരും ഇവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് ഹായ് സത്യ എന്നും പറഞ്ഞിട്ട് പപ്പിയാണെങ്കിൽ ആ ടോക്കിംഗ് റോളും കൊണ്ട് അങ്ങോട്ട് ഓടിച്ചെന്ന് സത്യയും പപ്പിയും തമ്മിൽ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തം കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അന്നേരവും വിഷ്ണു ആണെങ്കിൽ നിന്നെടുത്ത് തന്നെ നിന്നുകൊണ്ട് ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ശാലിനി അവിടെ നിന്നുകൊണ്ട് വിഷ്ണുവിനെ തന്നെ നോക്കുകയാണ്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, എന്താ എല്ലാവരും അവിടെ തന്നെ നിന്ന് കളഞ്ഞത്, അകത്തേക്ക് കയറി വരുമെന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ രാമേട്ടനോട് പറയുന്നുണ്ട്, വിളിക്കുമ്പോൾ വന്നാൽ മതിയെന്ന്. അന്നേരം രാമേട്ടനാണെങ്കിൽ വണ്ടി എടുത്തങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് അവർ പിന്നെ എല്ലാവരും കൂടി ഇങ്ങോട്ട് ശാരദാമ്മയും ശാലിനിയും സത്യയും പപ്പിയും ഒക്കെ കൂടി ഇങ്ങോട്ട് അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറിയിട്ടും വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ തന്നെ നോക്കുന്നു, ശാലിനി വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ഈ കണ്ണുകൾ തമ്മിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയണമെന്നും അടുത്തേക്ക് ചെല്ലണമെന്നൊക്കെ രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അവരിങ്ങനെ സ്വയം നിയന്ത്രിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ കയറി വാ മോളെ എന്നിങ്ങനെ പിന്നെ സത്യഭാമ വിളിക്കുകയാണ്. നേരവും വിഷ്ണു ഇങ്ങനെ അന്തം വിട്ട് നോക്കിയാണ്, ശാലിനിയും ശാരദാമ്മയും ഒക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. ശ്യാമയും രോഹിത്തും പിന്നെ രാഘവൻ നായരും ഒക്കെ നേരത്തെ ഇതൊക്കെ ഭാമയുടെ പ്രവൃത്തികളെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്നതുകൊണ്ട് അവരത്ര വലിയ ഷോക്കിൽ നിന്നില്ല, അതൊക്കെ വിട്ടു മാറി നിൽക്കുകയാണ്. തുടർന്നാണെങ്കിൽ എല്ലാവരും ഞങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു, ബ്ലോക്കായിരുന്നു, സോറി അതാ താമസിച്ചത് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. നേരവും ചിരിച്ച് തലകുലുക്കി തന്നെ ഭാമ നിൽക്കുകയാണ്. തുടർന്ന് പൊന്നിയുടെ അതിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് സത്യഭാമ ആ ബൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് ദാ മോളെ എന്നും പറഞ്ഞിട്ട് ഇതങ്ങോട്ട് കൊടുക്കുകയാണ്. അന്നേരം ശാലിനി അങ്ങ് ആ ഒരു ഷോക്കിൽ തന്നെ നിൽക്കുകയാണ്. ഇതെന്താ എനിക്ക് വേണ്ടി, ഇതെന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മടിക്കേണ്ട കുഞ്ഞെ വാങ്ങിച്ചോളൂ, കുഞ്ഞിന് വേണ്ടി തന്നെ വാങ്ങിച്ചതാണെന്ന് രമണൻപിള്ള പറയുകയാണ്. അന്നേരം ഇതൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ പറയുമ്പോൾ നിൻ്റെയും വിഷ്ണുവിൻ്റെയും ജീവിതത്തിൽ ഇതൊരു പുതിയ തുടക്കമല്ലേ, അപ്പോൾ പ്രകാശപൂരിതമാകട്ടെ എന്നിങ്ങനെ രാഘവൻ നായർ പറയുകയാണ്. തുടർന്ന് കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് ശാലിനി അത് സത്യഭാമയുടെ കയ്യിൽ നിന്നും അങ്ങോട്ട് വാങ്ങിക്കുന്നുണ്ട്. ഇതേ സമയത്ത് പിന്നെ പപ്പിയാണെങ്കിൽ സത്യയോട് പറയുന്നുണ്ട്, ഇതാണ് ആ ടോക്കിംഗ് റോള്, നമ്മൾ പറയുന്നതൊക്കെ തിരിച്ച് പറയുമെന്ന് പറയുമ്പോൾ ആണോ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നോക്കുന്നുണ്ട്, ഇനിയും വേറെയൊക്കെ കാണിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പപ്പിയാണെങ്കിൽ സത്യയും വിളിച്ചുകൊണ്ട് അങ്ങ് അകത്തേക്ക് ഓടുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ പറയുകയാണ്, അല്ല ഇനിയിപ്പോൾ നോക്കിയോട്ട് നിന്നാൽ എങ്ങനെയാണ്, ഇവരെയും വിളിച്ച് അകത്തേക്ക് കയറ്, ചടങ്ങുകളൊക്കെ തുടങ്ങാമെന്ന് പറയുമ്പോൾ വരട്ടെ എന്നിങ്ങനെ ഭാമ പറഞ്ഞിട്ട് പിള്ളയെന്ന് വിളിക്കുകയാണ്. നേരം പിള്ളയാണെങ്കിൽ അവിടെ വെച്ചിരുന്ന ഒരു തളികയും പിന്നെ കിണ്ടിയിലെ വെള്ളം കൂടി എടുത്തിട്ട് തളിക ഇങ്ങനെ ശാലിനിയുടെ മുന്നിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ബൊക്കെ അങ്ങ് ശാലിനിയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുകയാണ്. അന്നേരം സത്യഭാമ ആ കിണ്ടിയോടുകൂടി വാങ്ങിച്ചിട്ട് പറയുകയാണ്, വളരെ നാളുകൾ കൂടിയാണ് എൻ്റെ മരുമകൾ വീട്ടിലേക്ക് വരുന്നത്, അപ്പോൾ ആചാര മര്യാദകളോടുകൂടി തന്നെ എൻ്റെ മരുമകളെ എൻ്റെ വീട്ടിലേക്ക് സ്വീകരിക്കണം, കാല് ആ തളികയിലേക്ക് വയ്ക്കുക എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ എല്ലാവരെയൊക്കെ നോക്കുന്നുണ്ട്. രാഘവൻ നായർ ചിരിച്ചു തന്നെ ഇരിക്കുകയാണ്. വിഷ്ണു ആ നിന്ന ഉമ്മർത്ത് തന്നെ നിൽക്കുകയാണ്. വിഷ്ണു തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. വിഷ്ണുവിനെ ആകെപ്പാടെ ഒരു കൺഫ്യൂഷനാണ് കാണിക്കുന്നത്. അന്നേരമാണെങ്കിൽ ശാലിനി ഇങ്ങനെ ശാരദാമ്മയും ഒക്കെ നോക്കിയിട്ട് ശാലിനി ആണെങ്കിൽ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് തളികയിലേക്ക് കയറി നിൽക്കുകയാണ്. തുടർന്ന് പിന്നെ കാലിലേക്ക് സത്യഭാമയാണെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരവും വിഷ്ണു ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം ആ ചടങ്ങ് അങ്ങോട്ട് കഴിയുകയാണ്. അന്നേരം ഇനി അകത്തേക്ക് കയറാമല്ലോ എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ വരട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇനിയുണ്ടോ എന്നും പറഞ്ഞിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം പൊന്നിയെന്ന് വിളിച്ചുകൊണ്ട് സത്യഭാമയാണെങ്കിൽ അകത്തേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്താ ഇതൊക്കെയെന്ന്. അന്നേരം മോളെ ഭാമയുടെ നിർബന്ധം കൊണ്ടാണ്, വളരെ നാൾ കൂടിയല്ലേ നടക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തൊഴിൽ നിൽക്കുന്നുണ്ട്. ശ്യാമയും രോഹിത്തെ എല്ലാവരെയും ആ ചിരിച്ച സന്തോഷ മുഖത്തോടു കൂടി കാണിക്കുന്നുണ്ട്.
തുടർന്ന് സത്യഭാമയാണെങ്കിൽ കയ്യിൽ ആരതിയൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നുണ്ട്. പിറകിൽ പൊന്നിയ നിലവിളക്കായിട്ട് വരികയാണ്. തുടർന്ന് പിന്നെ സത്യഭാമ ഇങ്ങനെ ആരതി ഒഴിയാനായിട്ട് പോകുമ്പോൾ വിഷ്ണു ഇങ്ങോട്ട് വാന്ന് വിളിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ സംശയിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം ഇങ്ങോട്ട് വാടാ എന്ന് വിളിക്കുമ്പോൾ വിഷ്ണു ആകപ്പാടെ ടെൻഷനിലാണ്. വിഷ്ണു വന്ന് ശാലിനിയുടെ അടുത്തായിട്ട് നിൽക്കുമ്പോൾ സത്യഭാമ ഇങ്ങനെ ആരതി ഒഴിയുകയാണ്. ഇതിന് ശേഷം അതങ്ങോട്ട് പിള്ളേരുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൊന്നിയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങിച്ചിട്ട് ദാ മോളെ പിടിക്ക് എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഞാൻ ആചാരവിധി പ്രകാരമാണ് എൻ്റെ മകളെ ഈ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. ഇനി ഇത് ഇവളുടെ വീടാണ്, ഇവളുടെ മാത്രം വീട് എന്നിങ്ങനെ പറഞ്ഞ് നിലവിളക്ക് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ശാലിനി അതിങ്ങനെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. ശാരദാമ്മ എല്ലാവരെയൊക്കെ നോക്കുകയാണ്. ശാലിനി ആകെ സന്തോഷവും സങ്കടവും ഒക്കെയാണ് ശാലിനിയുടെ മനസ്സിൽ. അന്നേരം അകത്ത് നിൽക്കുന്ന വന്ന ആൾക്കാരിൽ പറയുന്നുണ്ട്, നമ്മുടെ സത്യഭാമ തന്നെയാണോ ഈ കാണിച്ചു കൂട്ടുന്നത്, ഇനിയിപ്പോൾ ചത്താലും വേണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ വേറൊരാൾ പറയുന്നുണ്ട്, ഈ ആഴ്ചത്തെ വാരഫലത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത കാഴ്ചകളൊക്കെ കാണുമെന്നുണ്ട്, അതെന്തായാലും നടന്നു കിട്ടിയെന്നൊക്കെ അവരിങ്ങനെ അടക്കമൊക്കെ പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ വലതുകാല് വെച്ച് അകത്തേക്ക് കയറ് എന്നിങ്ങനെ ഭാമ വിളിക്കുകയാണ്. അന്നേരം ശാലിനി വിളക്കം കൊണ്ട് നിന്നിട്ട് ശാലിനി മനസ്സിൽ കരുതുകയാണ്, ഈശ്വര ഞാനിത് ഏത് സ്വപ്നലോകത്താണ് നിൽക്കുന്നത്, ഈ സന്തോഷം എന്നും നിലനിന്നാൽ മതി, ഇതിനിടയിലേക്ക് ആ സുസ്മിത വന്ന് കയറരുതേ എന്നൊക്കെ ശാലിനി മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അന്നേരം വാ മോളെ എന്നൊക്കെ സത്യഭാമ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വിഷ്ണു ആകെ അന്തം വിട്ട് വേറെ ഏതോ ലോകത്ത് നിൽക്കുന്നു എന്ന രീതിക്കാണ് വിഷ്ണു നിൽക്കുന്നതൊക്കെ. തുടർന്ന് എല്ലാവരും വാ ശാരദാമ്മേ വാ എന്നൊക്കെ വിളിക്കുമ്പോൾ സത്യഭാമ ശാലിനിയും കൂട്ടി അകത്തേക്ക് കയറുന്നുണ്ട്. പിറകെ ശാരദാമ്മ ശ്യാമയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എല്ലാവരും ഒക്കെ അകത്തേക്ക് പൊന്നിയും പിള്ളയൊക്കെ അങ്ങ് അകത്ത് കയറുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ വേറെ ഏതോ ലോകത്ത് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിന്ന് വട്ടം കറങ്ങുകയാണ്. അന്നേരം രാഘവൻ നായർ രോഹിത്ത് വിളിക്കുന്നത് വാ ബ്രോ എന്ന് വിളിക്കുമ്പോൾ വരാമെന്ന് പറയുകയാണ്. തുടർന്ന് രാഘവൻ നായർ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഈശ്വര ഈ സന്തോഷം എന്നും നിലനിർത്തണേ എന്നിങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് വരുത്തണേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് നീ ഒന്ന് സമാധാനപ്പെടാ, എല്ലാം മംഗളമായിട്ട് നടക്കുമെന്ന് പറയുമ്പോൾ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ തല ഉലുക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിന് തൻ്റെ കണ്ണുകളെ അങ്ങോട്ട് ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇതേ സമയം സുസ്മിതയാണെങ്കിൽ കാറിൽ അങ്ങോട്ടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സുസ്മിത മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാറും കോളും ഒക്കെ കെട്ടടങ്ങിയിട്ട് അമ്മായിയമ്മയും മരുമോളും ഒക്കെ നല്ലതായിട്ട് ഒരു ഡ്യുവറ്റൊക്കെ പാടി ശിഷ്ടകാലം ജീവിക്കാമെന്നുള്ള രീതിക്കായിരിക്കും. പക്ഷേ അതിന് ഈ സുസ്മിതയാണെങ്കിൽ സമ്മതിക്കില്ല. സുസ്മിത വരുന്നുണ്ട്, അമ്മായിയമ്മയും മരുമോളും എന്ന് ശത്രുപക്ഷത്ത് തന്നെ ആയിരിക്കണം, അങ്ങനെയാണ് നാട്ടു നടപ്പ്, അങ്ങനെ മതി, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഈ സുസ്മിത മരിക്കണം എന്നിങ്ങനെ അവസാനം ഈ മരിക്കണം എന്നുള്ളത് മാത്രമേ സുസ്മിതയുടെ വായിൽ നിന്നങ്ങോട്ട് വെളിയിൽ ശബ്ദത്തോടെ വരുന്നുള്ളൂ. അന്നേരം ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, മാഡം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അന്നേരം പെട്ടെന്നൊരു ആവേശം ഇത്തിരി കൂടിപ്പോയതാണ്, അത് കെട്ടടങ്ങണമെങ്കിൽ ഫംഗ്ഷൻ കഴിയണം, നീ നേരെ നോക്കി വണ്ടി ഓടിച്ചോ എന്ന് പറയുകയാണ്. അന്നേരം ശരി മാഡം എന്നും പറഞ്ഞ് ഡ്രൈവർ അങ്ങ് വണ്ടി ഓടിക്കുന്നുണ്ട്. അതേസമയം സുസ്മിത കരുതുകയാണ് ആളുകളൊക്കെ വന്നു തുടങ്ങിക്കാണും, രോഹിത്തും ശ്യാമയും ഒക്കെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷത്തിലും ഭാര്യ നന്നായതിൻ്റെ സന്തോഷത്തിൽ പിന്നെ രാഘവൻ നായരും ഒക്കെ ആയിരിക്കും, മകനൊരു ജീവിതം കിട്ടിയതും ശാലിനിയും വിഷ്ണുവൊക്കെ ഒന്നിച്ചതിലും എല്ലാവരും ഒക്കെ ആയിരിക്കും, ശാരദാമ്മയും എല്ലാവരും ഒക്കെ സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിക്കുകയായിരിക്കും. പക്ഷെ അതിനിടയിലേക്ക് ഒരു ബോംബ് ഈ സുസ്മിത പൊട്ടിക്കുക തന്നെ ചെയ്യും. അതും കൊണ്ടാണ് ഞാൻ വരുന്നത്, പപ്പി ശ്യാമയുടെ മകളല്ല എന്നുള്ള സത്യം തെളിവ് സഹിതം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം രണ്ടുപേര് കർമ്മത്തിൽ അങ്ങോട്ട് അവസാനിക്കും, അത് മാത്രമേ ഇനി കഴിയുള്ളൂ. പിന്നെ ശാലിനി നിനക്ക് വേണ്ടിയുള്ള ഇതുമായിട്ട് ഞാൻ അങ്ങോട്ട് എത്തുകയാണ്, നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് തടയടി എന്നൊക്കെ ഇങ്ങനെ ആ ഫോൺ ഇങ്ങനെ കറക്കിക്കൊണ്ട് നേരത്തെ എടുത്ത വീഡിയോ സത്യഭാമയെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ സുസ്മിത അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അവിടെ സത്യഭാമയാണെങ്കിൽ പൊന്നിയാണെങ്കിൽ 2 പാത്രത്തിൽ ഇങ്ങനെ പായസം കൊണ്ടുവരുന്നുണ്ട്. അതാണെങ്കിൽ സ്വാമി ഇങ്ങനെ ഒരു പാത്രം വാങ്ങിച്ചിട്ട് പറയുന്നുണ്ട്, ഭഗവാന് നേർന്ന പ്രസാദമാണ്, ഇത് ആദ്യം കഴിക്കേണ്ടത് മോളാണ്, മോളല്ലേ ഈ വീട്ടിലേക്ക് വന്നു കയറി ആദ്യത്തെ മരുമകൾ, ഈ വീട്ടിലെ വീട്ടമ്മ ഗൃഹനാഥയും ഒക്കെ ഇനി മോള് തന്നെയാണ്, കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അത് സ്പൂണിൽ കോരി ശാലിനിയുടെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെയൊക്കെ എല്ലാവരെയൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം വന്ന് നിൽക്കുന്നതിൽ ഒരു സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നിപ്പോൾ ശരിക്കും ആരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, രോഹിത്തിൻ്റെയോ അതോ വിഷ്ണുവിനെയോ? ശാലിനി ഇങ്ങനെ ഒരുക്കിയൊക്കെ നിർത്തുന്നത് കണ്ടിട്ട് ചോദിച്ചതാണ് എന്നിങ്ങനെ പറയുമ്പോൾ അത് പിന്നെ എൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറി വന്ന മരുമകൾ ശാലിനിയാണ്, അപ്പോൾ അവൾ കഴിഞ്ഞേ ഉള്ളൂ എന്നും പറഞ്ഞ് ഇനിയിപ്പോൾ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കില്ല എന്നൊന്നും കരുതണ്ട കേട്ടോ, ഇതിനേക്കാൾ ഗംഭീരമായിട്ട് അത് ആഘോഷിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ രോഹിതും ശ്യാമയും ശാരദ എല്ലാവരും ഒക്കെ അങ്ങ് ചിരിക്കുകയാണ്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അമ്മ ശാലിനിയെ വല്ലാതെ അങ്ങ് സ്നേഹിക്കുന്നുണ്ട്, ഇത് കാണുമ്പോൾ എനിക്ക് പേടി തോന്നുകയാണ്, അമ്മയുടെ മനസ്സാണ് എപ്പോഴും മാറാവുന്നതാണ്, ചിലപ്പോൾ ഒരു പൊട്ടിത്തെറിക്ക് മുന്നേയുള്ള സന്തോഷ പ്രകടനമാണോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ സംശയിക്കുകയാണ്. അന്നേരം ശാലിനിയും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഏത് നിമിഷവും ഇതങ്ങോട്ട് തകരാം, ആ സുസ്മിത എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടത്തേക്ക് കയറി വരാം, അതുമായിട്ട് കയറി വന്ന് സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താം എന്നൊക്കെ ശാലിനി ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് ടെൻഷൻ ആവുന്നുണ്ട്.
ഇത്രയും സന്തോഷത്തിലിരിക്കുന്ന സത്യാമ്മയ്ക്ക് അവളുടെ വാക്കുകൾ അങ്ങോട്ട് ഉൾക്കൊള്ളാനും ആവില്ല. അവൾ ഇങ്ങോട്ട് കയറി വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ഈശ്വര എന്നൊക്കെ ശാലിനി ഇങ്ങനെ കണ്ണടച്ച് നിന്നങ്ങോട്ട് മനസ്സിൽ പറയുന്നുണ്ട്. തുടർന്ന് സത്യഭാമയാണെങ്കിൽ ആ പൊന്നിയുടെ കയ്യിൽ നിന്ന് രണ്ടാമത്തെ പാത്രം വാങ്ങിക്കുന്നുണ്ട്. ഇത് പായസം വാങ്ങിക്കുകയാണ്. ഇത് പഞ്ചാമൃതമാണ്, 5 ഭക്ഷണ പദാർത്ഥങ്ങൾ ചേർന്നത്. ഇത് കഴിക്കുമ്പോൾ പരസ്പര സ്നേഹവും ഐക്യവും ഒക്കെയാണ് കൈമാറുന്നത്. ഇത് മോള് തന്നെയാണ് കഴിക്കേണ്ടതെന്നും പറഞ്ഞ് അതും കോരി ശാലിനിയുടെ വായിലേക്ക് ഇങ്ങനെ വച്ചു കൊടുക്കുകയാണ്. അന്നേരം ശാലിനി മനസ്സിൽ കരുതുകയാണ്, ഈശ്വര ഇതൊക്കെ കാണിക്കുന്നത് സത്യാമ്മ തന്നെയാണോ? പിന്നെ ഇനി ഇത്രയും സ്നേഹമൊക്കെ സത്യാമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നോ? ഇനിയിപ്പോൾ ഇങ്ങനെ സ്നേഹം കാണിക്കുന്നതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ശാലിനി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം അതൊക്കെ കണ്ട് വിഷ്ണുവും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ കൂട്ടത്തിൽ വേറൊരാളിങ്ങനെ പറയുന്നുണ്ട്, ഇതിപ്പോൾ ഒരു കേക്ക് കൂടി അങ്ങോട്ട് വാങ്ങിച്ചാൽ മതിയായിരുന്നു, 2 മക്കളെയും മരുമക്കളെയും ചേർത്ത് നിർത്തി ഒരുമിച്ചൊരാഘോഷം അങ്ങോട്ട് ആഘോഷിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് ചിരിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് സത്യഭാമയുടെ മുഖം അങ്ങോട്ട് മാറുകയാണ്. അന്നേരം വിഷ്ണു അതങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ പേടി അങ്ങോട്ട് കൂടി വരികയാണ്. അന്നേരം ഭാമയുടെ മുഖം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യത്തോടു കൂടി സത്യഭാമയാണെങ്കിൽ അങ്ങ് റൂമിനകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം പറഞ്ഞ സ്ത്രീ വിചാരിക്കുന്നുണ്ട്, ഇനി പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഇങ്ങനെ ഒരു പോക്കുണ്ടോ എന്ന്. അന്നേരം പിന്നെ സത്യാമ്മ എന്തിനായിരിക്കും പെട്ടെന്ന് അകത്തേക്ക് പോയതെന്ന് ശ്യാമയും ചിന്തിക്കുന്നുണ്ട്. രാഘവൻ നായരും പറയുകയാണ്, നിന്ന നിൽപ്പിൽ മനസ്സ് മാറുന്നതാണ് ഭാമയ്ക്ക്, ഇതിപ്പോൾ ഇനി എന്തിനാണാവോ എന്ന് ചിന്തിക്കുമ്പോൾ വിഷ്ണു അതേപോലെ ചിന്തിക്കുന്നുണ്ട്. അമ്മയുടെ ഭാവം പെട്ടെന്ന് മാറിയല്ലോ, അമ്മയുടെ പുറപ്പാട് എന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ആകെ ടെൻഷനില്ല. ശാരദാമ്മ ഇങ്ങനെ ശാലിനി നോക്കി എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഭാമ അകത്ത് തന്നെ നിൽക്കുകയാണ്. അതേസമയം കാറിൽ വരുന്ന സുസ്മിതയാണെങ്കിൽ അങ്ങ് മനക്കോട്ട കെട്ടുകയാണ്. ഒരിക്കലും ചേരാത്തവരാണ് അമ്മായിയമ്മയും മരുമകളും. അമ്മായിയമ്മ തന്നെയാണ് ഒരിക്കലും മാറാത്തതും. അതങ്ങനെ തന്നെ നിലനിൽക്കണം. എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് കയറി ചെന്നിട്ട് എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞ് ഈ വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. വീഡിയോ കണ്ടു തീരുന്നതിന് മുന്നേ ശ്യാമയുടെ മുഖത്താണ്ടി വീണിരിക്കണം എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയെ ഇങ്ങനെ മനസ്സിലിരുന്ന് കാറിൽ നിന്ന് അങ്ങോട്ട് ആലോചിച്ച് കൂട്ടുകയാണ്. ആ ഒരു സീനാണെങ്കിൽ പിന്നെ ഈ സുസ്മിത അങ്ങോട്ട് മനസ്സിൽ കാണുന്നുണ്ട് സത്യഭാമ ഇങ്ങനെ ശ്യാമയോട് ദേഷ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാലം നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു അല്ലേടി എന്നും പറഞ്ഞ് ശ്യാമയുടെ കരണം നോക്കി സത്യഭാമ ഒന്ന് പൊട്ടിക്കുന്നതും ശ്യാമ ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്നതും ഒക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് അവിടെ സുസ്മിത. അതിങ്ങനെ കാണിക്കുന്നുണ്ട്, ഒരു സീൻ എന്ന പോലെ കാണിക്കുന്നുണ്ട്. അന്നേരം എല്ലാവരുടെയും ശ്യാമയെ അടിച്ച് പുറത്താക്കുക തന്നെ വേണം. അപ്പോഴത്തേക്ക് പിന്നെ അവിടെ കുഞ്ഞേച്ചി അങ്ങോട്ട് ഇടപെടും. പിന്നെ കുഞ്ഞേച്ചിയും എല്ലാവരും കൂടി അങ്ങോട്ട് ആകെ അടിനാശം വെള്ളപ്പൊക്കം ആവും. അപ്പോൾ എല്ലാവരെയും കൂടി പുറത്താക്കും. അതെനിക്ക് കണ്ട് രസിക്കണം എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. പക്ഷേ അവിടെ സത്യഭാമയാണെങ്കിൽ അകത്തേക്ക് പോയത് ശാലിനിക്കൊരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സത്യഭാമയുടെ മാലയോ നെക്ലേസോ അങ്ങനെ അത് കൊണ്ടുവന്ന് ശാലിനിക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ അകത്തേക്ക് പോയതൊക്കെ. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.